നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. രാഷ്ട്രീയത്തിൽ കൊലപാതകം വലിയ പുത്തരിയല്ല. രാഷ്ട്രീയ കൊലപാതകം അത് ആരെയായാലും ഒരു കുഴപ്പവുമില്ല. നഷ്ടപ്പെട്ടത് ഒരു ജീവൻ. പാർട്ടിക്ക് നഷ്ടം വരുന്നില്ലല്ലോ. നേട്ടമല്ലാതെ ഒരു രക്തസാക്ഷി. ഒരു വോട്ട് പോയാൽ ആ പേരും പറഞ്ഞ് വേറെ 10 വോട്ട് നേടാം. PK കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. TP കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി മരിച്ചത് ഭക്ഷ്യവിഷബാധയേറ്റാണെന്ന് കൊണ്ടോട്ടിയിലെ ലീഗ് സമ്മേളനത്തിൽ KM ഷാജി പറഞ്ഞു. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ഫസൽ വധക്കേസിലെ 3 പേരെ കൊന്നത് CPM ആണെന്നും KM ഷാജി ആരോപിച്ചു. അതേസമയം TP ചന്ദ്രശേഖരന്റെ വധക്കേസിൽ കോടതിയിൽ കീഴടങ്ങിയ 10ാം പ്രതി KK കൃഷ്ണനെയും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ ജയിലിൽ കഴിയുന്ന KK കൃഷ്ണന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെന്നാണ് വാദം. മാസങ്ങൾക്ക് മുൻപ് ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്തിരുന്നുവെന്നും കോടതിയെ അറിയിച്ചിരുന്നു. കേസിൽ 10ാം പ്രതിയാണ് കൃഷ്ണൻ. 12ാം പ്രതിയായ ജ്യോതി ബാബുവിനെ ഇന്നലെ ജയിലിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ഡയാലിസിസ് അടക്കമുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു നടപടി. ഞങ്ങൾക്ക് വേണ്ടത് കൊന്നവനെയല്ല, കൊല്ലാൻ ഉപയോഗിച്ചത് കത്തിയാണ്, ബോംബാണ്, അതൊരു ഉപകരണമാണ്. അതുപോലൊരു ഉപകരണമാണ് കൊലപാതകികളായ രാഷ്ട്രീയക്കാരും. പക്ഷേ കൊല്ലാൻ പറഞ്ഞവരെ വിടരുത്, കൊല്ലിച്ചവരെ വേണം. TP വധക്കേസിൽ കുഞ്ഞനന്ദൻ മരിച്ചു. ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത്. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ഇത് പറയുന്നതിന്റെ പേരിൽ എന്നെ തൂക്കിക്കൊന്നാലും ഒരു കുഴപ്പവുമില്ല. രഹസ്യം ചോർന്നേക്കുമെന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ചന്ദ്രശേഖരൻ വധക്കേസിൽ നേതാക്കളിൽ എത്താൻ കഴിയുന്ന ഏക കണ്ണി കുഞ്ഞനന്ദനായിരുന്നു. 7 പ്രതികൾക്ക് ചന്ദ്രശേഖരനോട് ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വരുമോ എന്ന ഭയമാണ് KM ഷാജി ആരോപിച്ചു. TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM നേതാവ് PK കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. കുഞ്ഞനന്ദൻ ഭക്ഷ്യവിഷബാധ ഏറ്റാണ് മരിച്ചത്. TP കൊലക്കേസിൽ CPM നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒരു ചരിത്രമാണ്. മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫസൽ കൊലക്കേസിലെ 3 പ്രതികളും മൃഗീയമായി കൊല്ലപ്പെടുകയുണ്ടായി. കുറച്ചാളുകളെ കൊല്ലാൻ വിടും, അവർ കൊലപാതകം നടത്തി തിരിച്ചു വരും. ഇവരിൽ നിന്ന് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ഫസൽ കൊലപാതക കേസിലെ 3 പേരെ കൊന്നത് CPM ആണ്. ഷുക്കൂർ കൊലപാതക കേസിലെ പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും KM ഷാജി പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു PK കുഞ്ഞനന്ദൻ. 2020 ജൂണിലാണ് മരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടയിലായിരുന്നു മരണം. TP വധക്കേസിൽ 13ാം പ്രതിയായിരുന്നു ഇദ്ദേഹം. ജയിലിലായിരിക്കുമ്പോഴും അദ്ദേഹത്തെ CPM ഏരിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തിരുന്നു. TP വധക്കേസിൽ കുഞ്ഞനന്ദന് പങ്കില്ലെന്ന നിലപാടാണ് CPM നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും കൊല്ലുന്നവനെ കൊല്ലും, ഇതാണ് രാഷ്ട്രീയ തന്ത്രം.